കൊല്ലം ജില്ലയിലെ പരവൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലെ അസിസ്റ്റൻറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ എസ് അനീഷ്യ കഴിഞ്ഞ ദിവസം സ്വന്തം വീട്ടിൽ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടു. മരണകാരണം ആത്മഹത്യയാണ്, തൂങ്ങിമരണമാണ് എന്നുള്ളത് സ്ഥിരീകരിച്ചു. പോസ്റ്റ്മോർട്ടം ചെയ്ത് മൃതദേഹം സന്തപ്ത കുടുംബാംഗങ്ങൾക്ക് കൈമാറി അത് മതാചാരപ്രകാരം ദഹിപ്പിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജോലി സ്ഥലത്തെ സമ്മർദ്ദം കാരണമാണ് ഈ ചെറുപ്പക്കാരി ആത്മഹത്യ ചെയ്തത് എന്ന് മനോരമയിലും മാതൃഭൂമിയിലൊക്കെ വന്ന വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്താണ് സമ്മർദ്ദത്തിൻ്റെ കാരണം എന്നുള്ളതിനെക്കുറിച്ച് ആ സമയത്ത് വ്യക്തമായിരുന്നില്ല. പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളുണ്ടാവും. ഇപ്പോഴത്തെ കാലത്ത് ജോലി എന്ന് പറയുന്നത് വളരെയധികം സമ്മർദ്ദം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എന്താണ്, ദുർബല മനസ്കരായ ആളുകൾക്ക് സർക്കാർ സേവനത്തിലൊന്നും പിടിച്ചേക്കാൻ പറ്റുകയില്ല. കോടതി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും കുറേ കൂടി കുഴപ്പം പിടിച്ച ഒരു കാര്യമാണ്. ചില ജാമ്യ ഹർജികൾ അതിനെ പിന്തുണച്ചാൽ കുറ്റമാവും, എതിർത്താൽ കുറ്റമാവും, അല്ലെങ്കിൽ എതിർത്തപ്പോൾ വേണ്ടത്ര ശക്തിയിൽ എതിർത്തില്ല എന്നൊക്കെ പരാതി വരും. ചിലപ്പോൾ മജിസ്ട്രേറ്റുമാരുടെ ഭാഗത്തുനിന്ന് സമ്മർദ്ദം ഉണ്ടാകും. ഒരു മാസത്തിൽ ഇത്ര കേസ് തീർക്കണം എന്നിവർ വാശി പിടിക്കും. ചിലപ്പോൾ പോലീസുകാരുടെ ഭാഗത്തുനിന്ന് അനുചിതമായ പെരുമാറ്റം ഉണ്ടാകും. പലതരത്തിലുള്ള പ്രയാസങ്ങൾ നേരിടുന്ന വളരെ ദുഷ്കരമായ ഒരു ജോലിയാണ് ഈ പ്രോസിക്യൂട്ടർ, പ്രത്യേകിച്ച് മജിസ്ട്രേറ്റ് കോടതിയിലെ അസിസ്റ്റൻറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടർമാർ. ഇവരെ PSC അപ്പോയിൻമെൻറ്റാണ്. സർക്കാർ എഴുത്ത് പരീക്ഷയും ഇൻ്റർവ്യൂ ഒക്കെ നടത്തി ഏറ്റവും മിടുക്കന്മാരായ ആളുകളെ ആണ് ഈ മജിസ്ട്രേറ്റ് കോടതിയിൽ APP ആയിട്ട് നിയമിക്കുന്നത്. ഒരുപാട് കൊല്ലത്തെ അനുഭവ പരിചയവും ഇവർക്കുണ്ടാവും ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്. അതിൻ്റെ പ്രൊമോഷൻ പോസ്റ്റാണ് ഡെപ്യൂട്ടി ഡയറക്ടർ എന്ന് പറഞ്ഞ ജില്ലാടിസ്ഥാനത്തിലുള്ള പോസ്റ്റ്, ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻസ്. ഇവരുടെ മേലധികാരി എന്ന് പറയുന്നത് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞ ആളാണ്. അത് പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റാണ്, DGP എന്ന് ചുരുക്കത്തിൽ പറയും. എറണാകുളത്ത് മാർക്കറ്റ് റോഡിൽ എൻ്റെ വക്കീലാഫീസിൻ്റെ തൊട്ടടുത്ത കെട്ടിടത്തിലാണ് ഈ DGPയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഇപ്പോഴത്തെ DGP TA ഷാജി എന്ന് പറഞ്ഞാൽ പ്രഗത്ഭനായ ഒരഭിഭാഷകൻ. അദ്ദേഹം CPM-കാരനാണ്, പ്രഗത്ഭനായ അഭിഭാഷകനാണ്. DGP ആവുന്നതിന് മുമ്പ് തന്നെ ഹൈക്കോടതി സീനിയർ അഡ്വക്കേറ്റായിട്ട് ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. അദ്ദേഹത്തെക്കുറിച്ച് ആർക്കും ഒരു പരാതിക്കും അവകാശമില്ല, മാന്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. എന്ന് വെച്ചാൽ ആ വിഭാഗത്തിൽപ്പെട്ട എല്ലാ ആൾക്കാരും ഇദ്ദേഹത്തെ പോലെ യോഗ്യന്മാരാണെന്നോ മാന്യന്മാരാണെന്നോ നമുക്ക് പറയാനും പറ്റുകയില്ല. അതുകൊണ്ടാണ് ഈ അനീഷ്യ എന്ന് പറഞ്ഞ പെൺകുട്ടിക്കും ജീവൻ കൊടുക്കേണ്ടി വന്നത്. അപ്പോൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള അവരുടെ ശബ്ദരേഖ അനുസരിച്ച് 51 പേജുള്ള അവരുടെ മരണമൊഴി എന്ന് പറയാവുന്ന ആത്മഹത്യാക്കുറിപ്പും പ്രകാരവും നമുക്ക് മനസ്സിലാകുന്നത് ഇവരുടെ കൂടെ അതേ കോടതിയിൽ ജോലി ചെയ്തിരുന്ന മറ്റൊരു APP, അയാൾ കൃത്യമായിട്ട് ജോലിക്ക് വരുന്നില്ല, അല്ലെങ്കിൽ ജോലിയിൽ വലിയ ഉദാസീനത കാണിക്കും. അതിൻ്റെ ജോലി ഭാരം കൂടി ഈ ചെറുപ്പക്കാരിക്ക് വഹിക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. അതിനെ തുടർന്ന് പല അസ്വാരസ്യങ്ങളും ഉണ്ടാകുന്നു. മേലധികാരിയായിട്ടുള്ള ഡെപ്യൂട്ടി ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ, ഈ ഡെപ്യൂട്ടി ജനറൽ ഇവർക്കെതിരെ നടപടിയെടുക്കുന്ന ഭീഷണിപ്പെടുത്തുന്നു. നമ്മുടെ പാർട്ടിയുടെ ഭരണമാണ്, നിങ്ങളെ കാസർകോട്ടേക്ക് മാറ്റും എന്ന് ഭീഷണിപ്പെടുത്തി. അതിൽ മനം നൊന്ത് ഈ ചെറുപ്പക്കാരി തൂങ്ങി മരിച്ചു എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്ന കാര്യം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു അഭിഭാഷകയാണ് ഇങ്ങനെയൊക്കെ മേലധികാരി പറഞ്ഞാൽ പോടാ പട്ടി എന്നപ്പോൾ അവൻ്റെ മുഖത്ത് നോക്കി പറയേണ്ടതാണ്. ഞാനാണെങ്കിൽ അങ്ങനെ പറയുള്ളൂ, ഒരുമാതിരിപ്പെട്ട ഏത് വക്കീലും അങ്ങനെ പറയുള്ളൂ. നീ പോയി തോടുന്നത് എവിടാ ഡാഷ് മോനെ എന്ന് പറയും. അതാണ് പറയേണ്ടത്. ഇത് കാണുന്ന എല്ലാ APP-മാരോടുള്ള എൻ്റെ ഹൃദയപൂർവ്വമായ ശുപാർശ അതാണ്. പോടാ പട്ടി എന്ന് മുഖത്ത് നോക്കി പറഞ്ഞ് ഇവൻ്റെയൊക്കെ വിഷമം മാറും. പക്ഷേ പലർക്കും അത് പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏറ്റവും കുറഞ്ഞ അനീഷയ്ക്ക് അങ്ങനെ പറയാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. അനീഷയ്ക്ക് വേറൊരു വലിയ പരാധീനത കൂടിയിട്ട് അവരുടെ ഭർത്താവ് ജില്ലാ ജഡ്ജിയാണ്. മാവേലിക്കര അഡീഷണൽ ജില്ലാ ജഡ്ജിയായിട്ട് പ്രവർത്തിക്കുന്നു ഭർത്താവ്. കുട്ടികളുമുണ്ട്. അപ്പോൾ ഭർത്താവ് മാവേലിക്കരയിൽ ഇരിക്കുമ്പോൾ ഭാര്യയെ കാസർകോട്ടേക്ക് മാറ്റിയാൽ അത് ഒട്ടും സന്തോഷകരമായിരിക്കില്ല. അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ ലീവ് എടുക്കണം. അത് കഴിഞ്ഞിട്ട് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് തിരുവനന്തപുരത്ത്, അവിടെ പോയി ഒരു ഹർജി കൊടുത്താൽ മതി. എന്നെ ഇന്ന കാരണത്താലാണ് സ്ഥലം മാറ്റിയത് എന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നു. അതിന് പകരം ഈ ചെറുപ്പക്കാരി കെട്ടി തൂങ്ങി മരിക്കാനാണ് തീരുമാനിച്ചത്. ഇതിൽ ഒരു വശമുണ്ട്, അതായത് ഈ പാർട്ടിക്കാരുടെ ഭരണം എന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് വളരെ അസഹ്യമാണ്. നയനാരുടെ ഭരണകാലത്തോ അല്ലെങ്കിൽ അച്യുതാനന്ദൻ്റെ ഭരണകാലത്തോ ഒക്കെ സഖാക്കന്മാർ ഭരിച്ചിരുന്നു. ഇപ്പം അങ്ങനെയല്ല, അതൊക്കെ കൈവിട്ടു. അതിനൊക്കെ അതിജയിക്കുന്ന ഒരവസ്ഥയിലെത്തി. പ്രത്യേകിച്ച് തുടർ ഭരണത്തിന് ശേഷം ഈ NGO യൂണിയൻകാരും ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷനിലേക്ക് ഇരിക്കുന്ന ഓരോ ഏഴാങ്കൂലികൾ, ഇവരാരും തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തോട് എന്തെങ്കിലും പ്രതിബദ്ധതയുള്ളവരോ അല്ലെങ്കിൽ പാർട്ടി കൂറുള്ളവരോ അല്ല. അതാത് കാലത്ത് വരുന്ന നേതാക്കന്മാരെ കൈമണി അടിച്ച്
അവരുടെ സേവ പിടിച്ച് ഓരോ സ്ഥാനത്ത് കയറി ഇരുന്നിട്ട് ഭരിക്കുന്നവരാണ്. അത് ഇലക്ട്രിസിറ്റി ബോർഡിലും അങ്ങനെയാണ്, KSRTCയിലും അങ്ങനെയാണ്, എല്ലായിടത്തും അങ്ങനെയാണ്. ഇലക്ട്രിസിറ്റി ബോർഡിൽ ഒരു പ്യൂൺ വിചാരിച്ചാൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ സ്ഥലം മാറ്റിക്കാൻ പറ്റും. അത്രയും ഭയങ്കരമാണ് ട്രേഡ് യൂണിയനിസം. പാർട്ടിക്കാരനാണെങ്കിൽ അവർക്ക് ഒരു നിയമവും, പാർട്ടിക്കാരല്ലാത്തവർക്ക് വേറൊരു നിയമവും എന്നുള്ളത് ഇന്നിപ്പോൾ കേരള സംസ്ഥാന സർവീസിലെ എല്ലാ വകുപ്പുകളിലും പ്രാവർത്തികമായി കഴിഞ്ഞു. മേലുദ്യോഗസ്ഥന്മാരെ ഈ യൂണിയൻകാരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിന്ന് പഞ്ചപുച്ഛ മടക്കി രണ്ടാം മൂട്ടുണ്ടെങ്കിൽ അത് അരയിൽ കെട്ടി വാക്കയ്യും പൊത്തി നിൽക്കേണ്ട അവസ്ഥയാണ്. അതുകൊണ്ടാണ് നിങ്ങളെ കാസർഗോട്ടേക്ക് മാറ്റിക്കും എന്ന് ഒരു എന്താണ് DPPക്ക്, അതല്ലെങ്കിൽ ഒരു വെറും APPക്ക്, ഒരു ഏഴാം കൂലിക്ക് ഭീഷണിപ്പെടുത്താൻ പറ്റിയത്. ആ ചെറുപ്പക്കാരിയുടെ ഭാഗത്തൊരു കുഴപ്പമുണ്ട്, പോടാ പട്ടി എന്ന് പറയേണ്ട സമയത്ത് പറഞ്ഞില്ല, അതിന് ഒരു കെട്ടി തൂങ്ങി മരിച്ചു. എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ചു. കൊല്ലത്തെ അഭിഭാഷകർ ഇന്ന് കോടതി ബഹിഷ്കരിക്കും എന്നാണ് പറയുന്നത്. ഈ അഭിഭാഷകർക്ക് ആർജവം ഉണ്ടെങ്കിൽ, അവരുടെ കൈക്ക് അസ്ഥി ഉണ്ടെങ്കിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ DGP അല്ല DPPയെ കൊങ്ങക്കൂത്തി പിടിക്കും, അയാളുടെ നെഞ്ചുകൂട് നോക്കി 2 ഇടി ഇടിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഞങ്ങൾ അഭിഭാഷകരാണ്, ഞങ്ങൾ കോടതി ബഹിഷ്കരിക്കുന്നവർ യാതൊരു ന്യായവുമില്ല. ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ കൈ കൊണ്ട് തന്നെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. ഇനി ഇതിൻ്റെ ഇങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ എനിക്ക് കലാപ ആഹ്വാനത്തിന് എൻ്റെ പേരിൽ കേസെടുക്കണമെങ്കിലും വിരോധമില്ല. അതിന് ധൈര്യമുള്ള പോലീസുകാരനൊക്കെ എടുക്കട്ടെ. ഇതിനൊക്കെയുള്ള ചികിത്സ ഇത് മാത്രമേ ഉള്ളൂ. ഈ ലോ കോളേജിൽ നിങ്ങൾ നിയമം മാത്രമല്ലല്ലോ പഠിച്ചത്, ആണോ? CRPCയും IPCയും എവിഡൻസ് ആക്റ്റും മാത്രമല്ലല്ലോ, ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്റ്റും മാത്രമല്ലല്ലോ പഠിച്ചത്. വേറെ പല കാര്യങ്ങളും പഠിച്ചിട്ടാണ് ഒരാൾ വക്കീലാവുന്നത്. ഈ നേരത്തെ പറഞ്ഞ സാമഗ്രി മാത്രം പഠിച്ച് ഒരാളും വക്കീലാവില്ല. ഇങ്ങനെയുള്ള സമയങ്ങളിൽ അഭിഭാഷകർ ഇവരെ പിടിച്ച് നല്ല ഇടി വെച്ച് കൊടുക്കാനായിട്ട് ധൈര്യപ്പെടണം, അല്ലാതെ കാര്യം നടക്കില്ല. ഇപ്പോൾ പല സ്ഥലത്തും പോലീസുകാരായിട്ട് വക്കീലന്മാർ വഴക്കുണ്ടാക്കുകയും പോലീസുകാരുടെ കയ്യിൽ നിന്ന് സമ്മാനം മേടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് കാണുന്നുണ്ട്. ഓരോ ദിവസവും വക്കീലന്മാർ കോടതി ബഹിഷ്കരിക്കുന്നുണ്ട്. എന്താ കാര്യമുള്ളത്? കോടതി ബഹിഷ്കരിച്ച് കഴിയുമ്പോൾ ആ പോലീസുകാരനെ ഇരിക്കുന്ന സീറ്റിൽ നിന്ന് വേറെ സ്ഥലത്തേക്ക് സ്ഥലം മാറ്റും. പിറ്റേ ദിവസം അയാൾ അതേ സീറ്റിൽ തന്നെ തിരിച്ചു വരും. കൊല്ലത്ത് തന്നെ കഴിഞ്ഞ കൊല്ലം ഈ സംഭവം ഉണ്ടായതാണ്, 2023 സംഭവിച്ച. ഒരുപാട് ദിവസം വക്കീലന്മാർ സമരം ചെയ്തു. അത് DGP ഇടപെട്ടു, AG ഇടപെട്ടു, കോടതി ഇടപെട്ടു. അവസാനം എന്ത് പറ്റി? അതേ ഇൻസ്പെക്ടർ 4 ദിവസം സസ്പെൻഷൻ പിൻവലിച്ച് അതേ സ്റ്റേഷനിൽ തന്നെ വന്ന് ചാർജ് എടുത്തു. അയാൾക്ക് പോലീസുകാർ ഹാരാർപ്പണം ചെയ്ത് സ്വീകരിച്ചു. എങ്ങനെയുണ്ട്? അപ്പോൾ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അഭിഭാഷക സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ള സുഹൃത്തുക്കൾ, നിങ്ങൾ ഈ കലാപരിപാടിയും കൊണ്ടുവന്നിട്ട് യാതൊരു കാര്യമില്ല. ഇത് കോടതി ബഹിഷ്കരിച്ചാൽ ഇന്ന് നിങ്ങൾക്ക് കിട്ടാനുള്ള കാശ് പോവും എന്നല്ലാതെ മരിച്ചുപോയ അനീഷയ്ക്ക് ഒരു തരത്തിലും നീതി കിട്ടും എന്ന് എനിക്ക് പ്രതീക്ഷയില്ല. പ്രത്യേകിച്ച് ഇവിടെ പലരും മന്ത്രി രാജീവിനെ കുറ്റപ്പെടുത്തി കേട്ടോ, അതിൽ യാതൊരു കഥയില്ല. ഇത് നിയമവകുപ്പിൻ്റെ കീഴിലല്ല, ആഭ്യന്തര വകുപ്പാണ് ഈ APPമാരെ നിയന്ത്രിക്കുന്നത്. അത് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് എന്ന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലത്, അത് ഹോം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ്, അല്ലാതെ നിയമവകുപ്പിൻ്റെ കീഴിലല്ല. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞും കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയും നിലപാടെടുത്ത് അല്ലാതെ ഈ പ്രസ്ഥാനം കൊണ്ട് ഇനി ഒരുപാട് കാലം കൊണ്ടുനടക്കാൻ പറ്റിയില്ല. അത് മരിച്ചുപോയ അനീഷയുടെ ആത്മാവിന് ശാന്തി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കും. അഭിഭാഷകരുടെ സമരം കൊണ്ടൊന്നും ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുകയില്ല എന്ന് സമരത്തിന് ഒരുപ്പെടുന്ന സുഹൃത്തുക്കളെ ഓർമ്മിപ്പിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.